ആ കൊച്ചു പെണ്ണ് മരിച്ചു. ആരാണ് ഉത്തരവാദി? അവൾ പോയി ആ കുഞ്ഞ് പാറമടയിൽ ജീവൻ അവസാനിപ്പിച്ചു. ഇത്രയും ക്രൂരമായ മരണം സ്വീകരിക്കാൻ പാകത്തിന് അവളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? അവൾ ചതിക്കപ്പെട്ടുവോ? കൂട്ടുകാരോടൊന്ന് പറയാമായിരുന്നില്ലേ ആ കുട്ടിക്ക്? ആരാണ് ഇതിന് പിന്നിൽ? പോലീസും കൗൺസിലേഴ്സും തലങ്ങും വിലങ്ങും ഓടുകയാണ്. ഈ ദുരന്തത്തിൻ്റെ ഭയവും വേദനയും നേരിടാൻ സ്കൂൾ കഷ്ടപ്പെടുകയാണ്. ഒറ്റ മകൾ പോയതിൻ്റെ വേദന, സ്വയം കുറ്റപ്പെടുത്തലുകൾ മാതാപിതാക്കൾക്ക് എങ്ങനെ സഹിക്കാനാകും? തലേന്ന് കണ്ട കൂട്ടുകാരി പിറ്റേന്ന് ഇല്ലാതായി എന്ന വാർത്ത കൂട്ടുകാർക്ക് വലിയ കരച്ചിലാണ്. ആർക്കാണ് മറുപടി പറയാനാവുക? വിദ്യാഭ്യാസ രീതി, അധ്യാപകർ, സമൂഹം, കുടുംബം, യുവത്വം, ആർക്കാണ് മറുപടി തരാനുള്ളത്? ആരായിരിക്കും ഈ കൊടും ചതിക്ക് പിന്നിലുള്ളത്? സോഷ്യൽ മീഡിയ ആണോ? പുതിയ ജനറേഷൻ്റെ സ്വഭാവമാണോ? ഗെയിമിംഗ്, ചതിയന്മാർ ആര്? പിന്നിൽ നിന്ന് നിയന്ത്രിച്ചത് ആരായിരുന്നു? എന്ത് നടന്നു എന്നറിയില്ല. ആരെ പഴിക്കണം എന്നും അറിയില്ല. പക്ഷേ ചിലത് ശ്രദ്ധിക്കണം. പ്രായത്തിൻ്റെ പ്രത്യേകതകൾ ആരാണ് അംഗീകരിക്കുന്നത്? ഓരോ കുട്ടിയിലും വളർച്ചയുടെ ഭാഗമായുള്ള മാറ്റങ്ങളെ സ്വീകരിക്കാൻ, മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ, കൂടെ നടക്കാൻ വിദ്യാലയമോ വീടോ സമൂഹമോ കൂട്ടുകാരോ കൂട്ടിനുണ്ടോ? സ്നേഹവും അംഗീകാരവും കൊതിക്കുന്ന കുട്ടി, വ്യക്തിപരമായ ഇടവും ബഹുമാനവും ദാഹിക്കുന്ന പ്രായം. പ്രേമാനുഭവത്തിൽ അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പുത്തൻ ലോകത്തെ കൊതിയോടെ ആവാഹിച്ചെടുക്കാൻ അവൾ ഒരുങ്ങുകയായിരുന്നു. ഭാഷകൾ പഠിച്ച്, ആശയങ്ങൾ പങ്കുവെച്ച് അവൾ മറ്റൊരുവളായി വളരുകയായിരുന്നു. അവളേറെ സ്വപ്നം കണ്ടു. പക്ഷേ കഠിനമായ വേദനയിൽ, പാറമടയുടെ കൂർത്ത കല്ലുകളിൽ, ഒറ്റപ്പെടലിൻ്റെ ദീനരോദനത്തിൽ അവ അസ്തമിച്ചു. ഈ അനുഭവത്തിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നാം തിരിച്ചറിയണം. യഥാർത്ഥ ലോകത്തെ മനസ്സിലാക്കുന്ന മനുഷ്യബന്ധങ്ങളും യാത്രകളും ശീലങ്ങളും കുടുംബത്തിൽ വേണം. വിജയം, പരീക്ഷ, പഠനം മാത്രം പോരാ. എടുത്തുചാട്ടത്തേക്കാൾ കാര്യങ്ങളെ വിലയിരുത്തി വരും വരായികകൾ ചിന്തിച്ച് പരിശീലിപ്പിക്കാനാകണം. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യണം. വീട്ടിലെ ജോലികൾ, ചെടി നടുന്നത് എല്ലാം ശാന്തമായി ക്ഷമയോടെ ജീവിതത്തെ നേരിടാൻ പഠിപ്പിക്കും. വളർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ, ആവശ്യങ്ങളെ രഹസ്യവും തെറ്റുമായി കണക്ക് കൂട്ടരുത്. ഒളിപ്പിക്കലിൻ്റെ, കുറ്റപ്പെടുത്തലിൻ്റെ കാര്യങ്ങളല്ല ഇവ. തുറന്നു പറഞ്ഞ്, അഭിനന്ദിച്ച്, വിലയിരുത്തി മുന്നേറാൻ അവസരം ഒരുക്കണം. വേദനിക്കുന്ന ഒറ്റപ്പെടലിൽ ആ കുഞ്ഞ് ആരോടും, കൂട്ടുകാരോട് പോലും ഒന്നും പറഞ്ഞില്ല. പ്രൈവസിയുടെ അപകടങ്ങളെ അതിജീവിക്കാനുള്ള വഴികൾ കുട്ടികളെ പഠിപ്പിക്കണം. ആ കുഞ്ഞ് മരിച്ചു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളും മനുഷ്യബന്ധം, വികാരം എന്നിവയെ ശ്രദ്ധിക്കാറില്ല. പഠനം, മാർക്ക്, ജോലി, അഡ്മിഷൻ ഇവ മതി. മത്സരിക്കുക, വിജയിക്കുക, പരീക്ഷ, ജോലി, പണം, നേട്ടം എന്നിവയൊക്കെ ആവർത്തിച്ച് പറയുന്നതിനിടയ്ക്ക് ജീവനുണ്ട്. ആ ജീവൻ്റെ സമൃദ്ധി നേടിയെടുക്കണം എന്ന ഏറ്റവും മഹത്തായ കാര്യം കൂടി കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം, അനുഭവിപ്പിക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും, ഒറ്റപ്പെട്ടാലും, വേദനിച്ചാലും, കാണാതായ ആടിനെ തേടിപ്പിടിച്ച് തോളിലേറ്റുന്ന ഇടയനെ പോലെ എന്നെയും കാത്തിരിക്കാൻ, ആശ്വസിപ്പിക്കാൻ, സ്നേഹിക്കാൻ ആളുണ്ടെന്ന വലിയ പ്രതീക്ഷ ഓരോ കുഞ്ഞിനും നൽകണം. ജീവൻ അവസാനിപ്പിക്കാനല്ലാതെ മറ്റു വഴികളുണ്ട്. ആത്മഹത്യയല്ല പരിഹാരം എന്ന് കുട്ടികൾ തിരിച്ചറിയണം. കുഞ്ഞുങ്ങളോട് കൂടെ നമുക്കും യാത്ര ചെയ്യാം.